കഴിഞ്ഞ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ടെസ്റ്റ് ആയിരുന്ന ഒരു പ്രതിസന്ധി. ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ചില തോൽവികൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആ ഒരു സ്റ്റേജ് നമുക്കറിയാം. രോഹിത് ശർമ്മ, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ ഇങ്ങനെ പല താരങ്ങളും, പല സൂപ്പർ താരങ്ങളും മടങ്ങിയതിനു ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഏറെക്കുറെ ഒരു പുതിയ ടീമുമായിട്ട് ഇന്ത്യ കളിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ പരമ്പര നേടുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ 2-0 പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ച് ശക്തരായ എതിരാളികൾക്കെതിരെ തുടർച്ചയായി രണ്ടാമത്തെ വൈറ്റ് വാഷാണ് ഗംഭീറിന് കീഴിൽ സംഭവിച്ചത്. ന്യൂസിലാൻഡിനെതിരെ അങ്ങനെ ഒരു തോൽവി, 3 ടെസ്റ്റ് മത്സരങ്ങളിലെ ഒരു തോൽവി, ഒരു വൈറ്റ് വാഷ് സംഭവിച്ചിരുന്നു. ഇത് ആവർത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഗംഭീറിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. കാരണം ഗില്ലിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻസി എടുത്ത ഒരാളാണ്, ക്യാപ്റ്റൻസി എടുത്ത് ഇംഗ്ലണ്ടിന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ് എന്നുള്ള ഒരു പരിഗണന ലഭിക്കുകയും ചെയ്തു. നിലവിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു നാണക്കേടുകൾ ഏറ്റുവാങ്ങാൻ വയ്യ. അതുകൊണ്ട് തന്നെ ചില മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഗില്ല് നിലവിലിപ്പോൾ BCCIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളൊക്കെ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മുമ്പ് ഒരു 15 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ, റെഡ് ബോൾ ക്രിക്കറ്റ് ക്യാമ്പുകൾ സംഘടിപ്പിക്കണം എന്നാണ് ഗില്ലിനെ സംബന്ധിച്ച് നമുക്കറിയാം. T20 ലോകകപ്പിലെ ടീമിൽ നിന്ന് പോയ ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഗില്ല് വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ചില നിലപാടുകൾ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗില്ലിന് നമുക്കൊരു കയ്യടി നൽകേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും ആ ഒരു സീനിയർ താരങ്ങളൊക്കെ ചിന്തിക്കുന്ന ഗൗരവത്തിലുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ആടുന്ന് കരകയറാനുള്ള വഴികൾ തേടുന്നതാണ് ഒരു നായകന്റെ ഏറ്റവും വലിയ പ്രധാന ശേഷി. ഇപ്പം അത് ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞ മത്സരത്തിൽ ഗ്രൗണ്ടിൽ നമ്മൾ തകർന്നു പോയി. ഇപ്പം ദക്ഷിണാഫ്രിക്ക 2-0 പരാജയപ്പെട്ടു. അത് ഒരു ഹോം മണ്ണിലെ ഇന്ത്യക്ക് തോൽവി. അത് പറഞ്ഞ ന്യൂസിലാൻഡിനെതിരെ ആദ്യം പരാജയപ്പെടുന്നു, ഇപ്പം ഗില്ലിന്റെ കീഴിൽ ദക്ഷിണാഫ്രിക്കത്തിന് പരാജയപ്പെടുന്നു. അത് വലിയൊരു നാണക്കേടാണ്. ഇവിടെ തോൽവി എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അത് കൊൽക്കത്തയിലൊക്കെ മാച്ച് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അപ്പം ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഗില്ലിനെതിരെ ഒരു പുതിയ നായകനായി ഇപ്പോൾ പറഞ്ഞ ചെറിയൊരു പരിഗണന ഉണ്ടെങ്കിലും ഗില്ലിന്റെ കീഴിലാണ് ഈ പരാജയപ്പെട്ടതെന്ന് കണക്കുകൾ എപ്പോഴും അങ്ങനെ ഉണ്ടാവും. ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലാണ് പരാജയപ്പെട്ടതെന്ന്. പക്ഷെ അവിടെ നിന്ന് ഈ പറഞ്ഞ T20 ഒരു ലോകകപ്പിന് തൊട്ട് മുമ്പ് പുറത്താക്കപ്പെടുന്ന അവസ്ഥ, പുറത്താക്കപ്പെടുന്നതായിരുന്നു ഗില്ലിന്. അപ്പോൾ ഒരു കരിയർ പ്രതിസന്ധിയിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. സൂപ്പർ താരം, ഒരു സംശയത്താരം, പക്ഷെ ഒരു കറ വീണ്, അതെ, ഒരു അത്ര നല്ല കാലല്ലാത്തൊരു സമയത്തോടെ കടന്നു പോകുമ്പം ഇത് എങ്ങനെ ലോകത്ത് പുറത്ത് കടക്കാമെന്ന് ചിന്തിക്കുന്നു കൃത്യമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ വേണ്ടി ഗില്ലിന് കഴിയുന്നുണ്ട്. കാരണം T20 ക്രിക്കറ്റിൽ നിലവിൽ ഗില്ലിന് യാതൊരു റോളും ഇല്ലാന്ന് അത് സമീപകാല പ്രകടനത്തിന് വ്യക്തമാണ്. അപ്പോൾ അവിടെ കൂടുതൽ കടിച്ചു തൂങ്ങിയിട്ട് കാര്യമില്ലാന്ന് ഗില്ലിന് മനസ്സിലായി കാണാം. പക്ഷേ വൈറ്റ് ബോളിൽ വരുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും നായകനാണ്. ആ ഏകദിന ക്രിക്കറ്റിൽ വലിയ ഒരു ആശങ്കയൊന്നുമില്ല. പറഞ്ഞാൽ ഈ സൂപ്പർ താരങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോഴും നിലവിലെ അവസ്ഥയിൽ ആ സൂപ്പർ താരങ്ങളുടെ സേവനം ലഭിക്കുന്നുണ്ട്. വലിയ ആശങ്കയിലാണ്, ജയത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിലേക്ക് വരുമ്പം തൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. താൻ തന്നെ ഒരു സീനിയർ താരം എന്ന നിലയിൽ മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ജഡേജയെ പോലെ താരങ്ങൾ, രാഹുലിനെ പോലെ താരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായി ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ള ഘട്ടത്തിൽ എങ്ങനെ ഈ തകർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം മണ്ണിൽ പോയി തോൽവിയിൽ നിന്ന് തിരിച്ചു കയറാം എന്ന ചിന്ത അവിടെ വരുന്നു. ഗില്ല് BCCക്ക് മുന്നിലൊക്കെ ഒരു നിർദ്ദേശം വെക്കുന്നു, ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന്. നമുക്ക് ഓർമ്മയുണ്ട്, ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം IPL നടക്കുന്ന സമയത്ത് ഒരു സമാനമായ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതായത് എന്തോ ഒരു ക്യാമ്പ് IPL സംഘടിപ്പിക്കും. എന്നിട്ട് താരങ്ങൾക്ക്, അതായത് ഒരു ഘട്ടഘട്ടമായിട്ട് ഓരോ ടീമിന് താരങ്ങൾക്ക് കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. അടുത്ത മത്സരങ്ങൾ ഇംഗ്ലണ്ടിന്റെ പരമ്പരക്ക് IPL കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ പരമ്പര വരുവാണല്ലോ, അപ്പോഴൊക്കെ താരങ്ങൾക്ക് ആ ടച്ച് വേണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകാൻ വേണ്ടി സീനിയർ താരങ്ങളോട് പറഞ്ഞു രോഹിത്തും വിരാടും എല്ലാം കളിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞ് സിനാരി ആകെ മാറി, രോഹിത്തിനും വിരാട്ടിനും വിരമിക്കേണ്ടി വന്നു. അവർ വിരമിച്ചു പോയി. പക്ഷേ ഈ പറഞ്ഞ ക്യാമ്പ് നടന്നില്ല. ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിൽ മോശമാക്കിയില്ല. അത് പറയാനുള്ളോ, പരമ്പര സമനില തന്നെ ആയിരുന്നു. ജയം, പരമ്പര ജയിച്ചു നമുക്ക് വേണമെങ്കിൽ പറയാം. കണക്ക് വെച്ച് നോക്കുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞ പരമ്പര തന്നെ ജയിച്ചു എന്ന് പറയാൻ പറ്റും. ആദ്യമായിട്ട് ഗില്ലിന്റെ കീഴിൽ മികച്ച ഒരു പൊരുതിയായിരുന്നു ആ ഒരു പരമ്പരയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പം അത് ഈ പറഞ്ഞ പോലെ ക്യാമ്പ് അവിടെ പോയി. പിന്നെ വീണ്ടും വരുമ്പോഴേക്ക് വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും ആ ക്യാമ്പിൽ നിന്ന് നിർദ്ദേശം വരികയാണ്. ആ ക്യാമ്പ് കൃത്യമായിട്ട് പറയുമ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത്, നമുക്ക് എവിടെയാണോ തിരിച്ചടി നേരിടുന്നത്, അത് മറികടക്കാൻ വേണ്ടി ഒരു ക്യാമ്പ് അത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ആര് പറഞ്ഞ വർക്ക്ഷോപ്സ് സംഘടിപ്പിക്കുക എന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു തോൽവിയിൽ നിന്ന് കരകയറാണ്. തോറ്റവരുടെ ഒരു ക്യാമ്പല്ല, തോൽവിയിൽ നിന്ന് കരകയറാൻ അല്ലെങ്കിൽ നാളെയുടെ വിജയത്തിൽ എങ്ങനെ പോകണമെന്ന് ടീമിനെ സെറ്റാക്കാൻ വേണ്ടി നായകൻ കിട്ടുന്നൊരു അവസരമാണ്.
അപ്പോൾ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളത് ഒരു നിർദ്ദേശം ഗില്ല് കൃത്യമായി മുന്നോട്ട് വെക്കുന്നു. എനിക്ക് തോന്നുന്നു അംഗീകാരം ലഭിക്കുന്നതാണ് തോന്നുന്നത്. കാരണം അത് വേണ്ടതാണ്, കൃത്യമായി ഈ ഘട്ടത്തിൽ വേണ്ട. അത് ഗില്ലിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിർദ്ദേശം മുന്നോട്ട് വന്നത്. അത് ഗില്ലിന് തീർച്ചയായും കൈയടി അർഹിക്കുന്നുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അയാൾക്ക് ജയിക്കാനുള്ള ഒരു ഇതുണ്ട്, ജയത്തിലേക്ക് പോകാനുള്ളൊരു ചിന്ത അവിടെ ബാക്കിയുണ്ടല്ലോ, ഒരു സ്പാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഗില്ലിന് മുന്നോട്ട് പോയാൽ ഈ ടീമിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പറ്റും. കാരണം ഗില്ലെന്ന താരം ടെസ്റ്റ് ക്രിക്കറ്റിലെ കഴിഞ്ഞ വർഷം നമുക്കറിയാം എങ്ങനെയാണ് കളിച്ചിരുന്നത് നമുക്കറിയാം. അതൊരു മോശമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ വരുന്ന പോലെ ഹോം ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴേക്കും അതിൽ ഗംഭീറിന് കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പിച്ചിൻ്റെ സെലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് മറികടക്കേണ്ടതുണ്ട്. അപ്പം ഈ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി, വലിയൊരു ഇടവേള വരുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് തിരിച്ച് വന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് എത്തുമ്പോഴേക്ക് ഇന്ത്യക്ക് സെറ്റായി വരാൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റർമാരുടെ പ്രത്യേകിച്ച് സ്പിന്നിനെതിരെയുള്ള പെർഫോമൻസ് മോശമായതുമായി ബന്ധപ്പെട്ടിട്ട് പല മുൻ താരങ്ങളും മുൻ പരിശീലകരൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു വിമർശനം, തീർച്ചയായിട്ടും ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ ഈ ഷോർട്ടസ്റ്റ് ഫോർമാറ്റുകൾക്കായിട്ട്, അതായത് പ്രത്യേകിച്ച് T20ക്കായിട്ട് കൂടുതൽ ഇത് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റ് അതാണ്. കാരണം ഒന്നല്ലെങ്കിൽ IPL വരുന്നുണ്ട്, പിന്നെ മിക്കവാറും എല്ലാ പരമ്പരകളിലും T20 വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അധികം പരിശീലനം നടത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രമായിട്ട് 15 ദിവസത്തെ ക്യാമ്പുകൾ, അത് ഒരൊറ്റ ക്യാമ്പായിട്ടല്ല, പല ക്യാമ്പുകളായിട്ട് സംഘടിപ്പിക്കണം എന്ന് ഗില്ല് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഗില്ല് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഷെഡ്യൂളിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്ന് ഗില്ല് ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ദക്ഷിണാഫ്രിക്ക ഇവിടെ കളിക്കുന്ന ടെസ്റ്റ് കളിച്ച് ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിൽ വന്നിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു ടെസ്റ്റ് മത്സരം കളിച്ചിട്ട് ഒരു കുറച്ച് സാഹചര്യങ്ങളോട് ഇണങ്ങിയിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അതായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അത് അങ്ങനെ, അതായത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഒരു ഫോർമാറ്റിൽ നിന്ന് മാറി മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട സമയം വേണം. അതനുസരിച്ച് ഒരു ഗ്യാപ്പ്, ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം എന്ന് ഗില്ല് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് എനിക്ക് വളരെ രസകരമായിട്ട് ഇതെന്താണ് സംഭവിക്കാൻ പോകുക എന്നറിയാത്തൊരു നിർദ്ദേശം കൂടി ഗില്ല് പറഞ്ഞിട്ടുണ്ട്. ഈ ടെസ്റ്റ് ടീമിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ക്യാപ്റ്റന് കുറച്ചും കൂടി പവർ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും BCCI അതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനാണ് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയാണ് ഇപ്പം പറഞ്ഞു കൊൽക്കത്തയിലെ പിച്ചിൻ്റെ സെലക്ഷനിൽ പിന്നെ കോച്ചിൻ്റെ ഇത് വിമർശനം വന്നല്ലോ. ചിലപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങളിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ ഗില്ല് കൂടുതൽ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു. കാരണം ടീമിനെ മനസ്സിലാക്കാണ്ട്, ടീം തൻ്റെ താരങ്ങളെ മനസ്സിലാക്കാണ്ട് ഒരു സ്പിൻ ഗണി ഒരു പിച്ച് ഒരുക്കുന്നു, സ്പിൻ ഗണി ആയിക്കോട്ടെ പേസ് ഗണി ആയിക്കോട്ടെ, പിച്ച് ഒരുക്കുന്നു. ആ പിച്ചിൽ പോയിട്ട് ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും ആവാണ്ട് ഉള്ളൊരു സ്വന്തം നാട്ടിൽ നടക്കുന്ന അവസ്ഥ വരുമ്പോൾ അത് വല്ലാത്തൊരു അത് നാണക്കേട് മാത്രമല്ല, ഒരു മാനേജ്മെൻറ്റ് കഴിവില്ലായ്മ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റ് കൊള്ളരുതായ്മ തന്നെ പറയാം. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് ഗംഭീർ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടതും അതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗില്ലിനും കൂടി ഒരു പവർ, ഗില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു ക്യാപ്റ്റനോട് ഒരു റോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീം സെലക്ഷനിൽ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുന്നതിൽ ഒരു റോൾ കൂടുതൽ ലഭിക്കുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയായിരിക്കും. കാരണം കണ്ടീഷൻ അനുസരിച്ച് കളിക്കാനും കണ്ടീഷൻ അനുസരിച്ച് താരങ്ങളെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി ക്യാപ്റ്റന് പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നായകൻ്റെ അല്ലെങ്കിൽ കോച്ചിൻ്റെ ഒരു വലിയൊരു പിടുത്തത്തിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷേ നിലവിലെ അവസ്ഥയിൽ കോച്ചിനെ മാറ്റുന്നു തോന്നുന്നില്ല, ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കോച്ചിനെ മാറ്റുന്നതൊക്കെ തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കോച്ചും ക്യാപ്റ്റനും തമ്മിലുള്ള സ്പ്ലിറ്റിന് ഇടയാക്കും, അല്ലെങ്കിൽ അത് രണ്ടും സിങ്കായിട്ട് നല്ല രീതിയിൽ പോകുമ്പോൾ അതൊക്കെ ഭാവിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ കുറച്ചുകൂടെ ഇത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നിലവിലെ അവസ്ഥയിൽ ഒരു പരാജയപ്പെടുന്ന ടീമാണ്. ആ ടീമിന് കരകയറാനുള്ള എല്ലാ വഴികളും നോക്കേണ്ടത് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഗില്ലിൻ്റെ ഈ ഇത് പറയുമ്പോഴേ ഗില്ല് ഇപ്പം നിലവിൽ അങ്ങനെ ക്യാപ്റ്റന് കൂടുതലായിട്ട് ഒരു ഡെസിഷൻ മേക്കിങ്ങിൽ ഒരു ഉത്തരവാദിത്തം കൊടുക്കണമെന്ന് ഗില്ല് ആവശ്യപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗില്ല് പലപ്പോഴായിട്ട് ഗില്ല് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഗില്ലിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് IPL-നേക്കാളും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിന് ഇത് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലോസഫി പലപ്പോഴും ഗില്ല് മുന്നോട്ട് വെക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ഗില്ല് അത് പറയുന്നത് എന്നുള്ളത് അറിയില്ല. പലപ്പോഴും ഗില്ല് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സേന കൺട്രീസിൽ ഒരു ടെസ്റ്റ് സീരീസ് നേടുന്നത് IPL-ൽ ലഭിക്കുന്ന നേട്ടത്തെക്കാളും എത്രയോ വലുതാണ് എന്ന് ഗില്ല് പലപ്പോഴായിട്ട് ക്രിക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ വരും. നമുക്ക് പറയാം ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒരു വരുന്നതാണെങ്കിലും IPL പോലെ അല്ലെങ്കിൽ ഒരു ടൂർണമെന്റ് വരുമ്പം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏകദിന ടൂർണമെന്റ് നടക്കുമ്പോൾ അവർ താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് നോക്കിയിട്ടാണ്. നമ്മൾ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയൊരു നമുക്ക് ക്രിക്കറ്റിന്റെ ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് ആണല്ലോ.
അപ്പോൾ ആ ഒരു ഇതൊരു ഫോർമാറ്റിൽ വിജയിക്കുക എന്നുള്ളത് ഈ രാജ്യങ്ങളെല്ലാം പരിഗണന കൊടുക്കാറുണ്ട്. IPL താരങ്ങൾ നേരത്തെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം നമുക്കറിയാം ഓസ്ട്രേലിയൻ പര്യടനത്തിനിടയ്ക്ക് താരങ്ങൾക്ക് വിശ്രമം കൊടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിന് മുന്നോട്ട് വരുന്നത് വെച്ചിട്ട് കഴിയുന്നവരൊക്കെ പരമ്പര കണ്ടിട്ടായിരുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും കൊടുക്കാറുണ്ട്. ആ രീതിയിലേക്ക് ഗില്ല് ചിന്തിക്കുന്ന പറയുമ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ തിരിച്ചാണ് വരുന്നത്. IPL T20 ക്രിക്കറ്റിന് ദേശീയ ഡ്യൂട്ടിനേക്കാളും പിന്നെ ആ സമയത്ത് പരിക്കിൻ്റെ ഇതിനു വേണ്ടി മാറി നിൽക്കുന്നു, IPL കളിക്കാൻ വരുന്നത്, അങ്ങനെ നിരവധി സൂപ്പർ താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് രണ്ട് കൾച്ചറായിട്ട് വന്നത്. അതിലിങ്ങനെ ഗില്ല് മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ക്രിക്കറ്റിനോടുള്ളൊരു അതൊരു എനിക്കൊന്നും ശരിയായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നു. പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. IPL കുട്ടി ക്രിക്കറ്റിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായേക്കാം. പക്ഷേ ക്രിക്കറ്റ് എന്നൊരു ടെസ്റ്റ് ക്രിക്കറ്റ് എന്നുള്ളൊരു ഇത് അതവിടെ ഒരു ഇതുണ്ട്. എന്താണ് പറയുക, അതുണ്ട്. അതെ, അതിനൊരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്. ഒരു നായകൻ, ഒരു യുവതാരം തന്നെ ഗില്ലിനെ പറയും. ഇന്നലെ യുവതാരം എന്ന് പറഞ്ഞതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പുതിയൊരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ യുവതാരം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ IPL-നേക്കാൾ ഇതിന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമാണ്. പിന്നെ വേറെ കാര്യം ഇപ്പം വേണമെങ്കിൽ പറയാൻ പറ്റും, ഇവൻ IPL ക്രിക്കറ്റ് T20 കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പം പറഞ്ഞേക്കും ചിലപ്പോൾ ഇന്നലെ അവസ്ഥയിൽ. അത് മറ്റൊരു ഘടകമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിന് പരിഗണന കൊടുക്കേണ്ടതുണ്ട്. അത് ഗില്ലിന് ഞാൻ വീണ്ടും ഒരു കയ്യടി കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും കയ്യടികൾ കുറെ ആയിട്ടുണ്ട്. ഈ ഗില്ലിന്റെ ഈ ഒരു ആവശ്യങ്ങളോട് BCCI എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ ടീം മാനേജ്മെന്റ് BCCI ഒരുപാട് ഇൻഫോർമൽ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത്. എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് സംഭവിക്കുന്നത്? കാരണം നമുക്കറിയാം, 2 തവണ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിച്ച ടീമാണ് ഇന്ത്യ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ടീമിൽ നിന്ന് ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് സ്പിന്നിനെതിരെയുള്ള ഇന്ത്യൻ ബാറ്റർമാരുടെ പെർഫോമൻസ് വളരെയധികം താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. സ്പിൻ കെണി ഒരുക്കുകയും അതേ സ്പിന്നിനെതിരെ നമ്മളെ താരങ്ങൾ തന്നെ വീഴുകയും ആ കെണിയിൽ വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തിയതിൽ ആ മീറ്റിങ്ങുകൾക്കിടയിലാണെങ്കിൽ ഈ 15 ദിവസത്തെ ക്യാമ്പിന്റെ കാര്യം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് അതിനോട് വളരെ പോസിറ്റീവായിട്ട് BCCI പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ ആ തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തയ്യാറാണ്. അത് നല്ലതാണ്. അത് ഒരൊറ്റ ക്യാമ്പായിട്ടല്ല, ഒരു വലിയൊരു വിഷൻ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാലത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് ആ രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ BCCI തയ്യാറാണ്. ആ രീതിയിൽ ക്യാമ്പുകൾ കാണാനാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകൾ ആര് നടത്തും, എവിടെ നടത്തും എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് അത് പ്രതീക്ഷയല്ല, അവിടെയാണ് ഇപ്പോ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗംഭീറിനെ നമുക്കറിയാം ഇന്ത്യയുടെ 3 ഫോർമാറ്റുകളിലെയും കോച്ചാണ്. സ്വാഭാവികമായിട്ട് തിരക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് ബാംഗ്ലൂർ ഈ ബാംഗ്ലൂര് സെന്റർ ഓഫ് എക്സലൻസിൽ ലക്ഷ്മണന്റെ ഒരു ഇത് നമുക്കറിയാം. നേരത്തെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ കോച്ചായിട്ട് ലക്ഷ്മണനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്, ഗംഭീറിനെ മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് ഇതിന്റെ ഈ ക്യാമ്പുകളുടെ ഒരു മേൽനോട്ടം ഒരുപക്ഷെ ലക്ഷ്മണ ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. തീർച്ചയായും അത് ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ പിന്നെ ഗംഭീരം മോശമായുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മണന് മുകളിലായുണ്ടോ അങ്ങനെ പറയുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പം നിലവിൽ ഗംഭീർ പരാജയപ്പെട്ടൊരു കോച്ചാണ് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് കണക്കുകൾ വെച്ച് പറയേണ്ടി വരും. ഗംഭീർ പറഞ്ഞാൽ ഞാൻ എൻ്റെ കീഴിൽ മറ്റൊക്കെ ഏഷ്യ കപ്പ് വീട്ടിൽ ചാമ്പ്യൻസ് ട്രോഫി വീട്ടിലേക്ക് പറയുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ പ്രകടനത്തിന് സ്വന്തം നാട്ടിലെ പ്രകടനത്തിന് അദ്ദേഹം വിമർശനം കേൾക്കുന്നുണ്ട്. അത് അർഹനാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു പുതിയ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ലക്ഷ്മണനെ പോലെ ടെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമല്ലോ. ലക്ഷ്മണനെ പോലെ താരം അതിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ ലക്ഷ്മണനെ പോലെ ഒരു താരത്തിൽ നിന്ന് ഗില്ലിനെ ഇപ്പോൾ ഈ ടെസ്റ്റ് പരിഗണന കൊടുക്കുന്ന ഗില്ലിനെ പോലെ താരത്തിലേക്ക് ഒരു മാറ്റം വരുമ്പം അത് വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ വീണ്ടും പറയുന്നത് ആ പ്രതീക്ഷ തന്നെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ലഭിക്കുന്ന പ്രതീക്ഷയായിരിക്കും. ഈ ക്യാമ്പ് കൊണ്ട് ടീമിൻ്റെ ഘടനകളോ വല്ല മറ്റൊന്നും മാറാനും പോകില്ല. അപ്പം കളിക്കാൻ പോകേണ്ടത് കോച്ചിന് കീഴിൽ തന്നെയാണ്. അത് ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരു വിഷൻ താരങ്ങൾക്ക് മാറി വരുന്നൊരു വിഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നില്ലാത്തൊരു താരതമ്യേന പിന്നെ ഒരു യുവ ടീം ഇന്ത്യയാണല്ലോ. ആ ടീമിൻ്റെ ഒരു വീക്ഷണം നൽകാൻ അല്ലെങ്കിൽ ഒരു പുതിയ വിഷൻ നൽകാൻ വേണ്ടി എന്തായാലും ലക്ഷ്മണനെ പോലത്തെ താരത്തിന് പറ്റും. അത് ലഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയായിരിക്കും. ഗംഭീർ ഇപ്പം പറഞ്ഞാൽ പിന്നെ കുട്ടി ക്രിക്കറ്റും ഏകദിന ക്രിക്കറ്റിലായിട്ട് താരങ്ങളായിട്ട് പോട്ടെ. ഈ സമയത്ത് ഗംഭീറിന് കീഴിൽ ഒരു നല്ല ടീമിനെ പിന്നെ വാർത്തെടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗില്ല് മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങളോട് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് പ്രതികരിക്കാനുള്ളത്. അതുപോലെ തന്നെ BCCIയും ആ രീതിയിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മളൊരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആകേണ്ടതുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് മരിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ പലരും പലതരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോഴാണ് വലിയ ആവേശത്തിൽ ആശസ് പരമ്പരകളും ഇപ്പൊ ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ട് ഇന്ത്യ പരമ്പര ഒക്കെ നടക്കുന്നത്. ആ ഒരു ആവേശം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ.
വേറെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം പിന്നെ ടെസ്റ്റ് ടീമിനെ T20 ടീമിനെ പ്രഖ്യാപിച്ചപ്പം അത് ഗില്ലിനെ അറിയിച്ചില്ല എന്നൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താരത്തെ എങ്ങനെ ബാധിക്കുന്ന പോലെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മത്സരങ്ങൾ വരാൻ പോകുന്ന ആ ഘട്ടത്തിൽ തന്നെ തൻ്റെ കീഴിൽ ഇപ്പോൾ 2 ടീം കളിക്കുന്നുണ്ട്. അതായത് ഏകദിന ടീം ടെസ്റ്റ് ടീം കളിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ടെസ്റ്റ് ടീമിനാണെന്ന് ഗില്ലിന് അറിയാം. ആ ടീമിനായിട്ട് ആ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി താരം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു താരത്തിന് വളർച്ചയ്ക്ക് വരുന്നൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം അങ്ങനെ ടെസ്റ്റിന്റെയും ഏകദിനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഡീറ്റെയിലേക്ക് തൽക്കാലം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറഞ്ഞു നിർത്താം. തീർച്ചയായും അങ്ങനെ തന്നെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.